അങ്ങനെ ലോകം മുഴുവനുള്ള മലയാളികൾ കാത്തിരുന്ന ദിവസം എമ്പുരാൻ. കാലടി ജവഹറിൽ രാവിലെ 10:30 ഷോ. ലൂസിഫർ ആണോ എമ്പുരാനാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പോലെ ഞങ്ങൾ തിരിച്ചും ചോദിക്കും, കിരീടമാണോ ചെങ്കോലാണോ നല്ലതെന്ന്. ലൂസിഫർ അല്ല, ഒരിക്കലും എമ്പുരാൻ. ഈ സിനിമയെ ഇഴകേറി പരിശോധിക്കാനായിട്ട് ഓൾറെഡി അശ്വന്തേട്ടനും ഷസാമയ്ക്കൊക്കെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ പ്രേക്ഷകരാണ്, ലാലേട്ടൻ ഫാൻസ് ആണ്. പക്ഷെ ഞങ്ങൾ ഇന്ത്യൻ മല്ലൂസ് പറയാൻ പോകുന്ന ഇതൊന്നുമല്ല. രാജുവേട്ടൻ എന്താണ് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചത് അതിനെ പറ്റിയാണ്. കേരളത്തെ വെറും ഒരു തുരുത്തായി കണ്ട് ഇത്രയും നാൾ അവഗണിച്ച് ദ്രോഹിച്ച നോർത്ത് ഇന്ത്യൻ ലോബി ഇപ്പോൾ കേരളത്തിൽ വെക്കുന്ന കണ്ട് എന്തിനെന്ന് പറയുന്ന ഒരു പടം. ഒരു കാര്യം വ്യക്തമാണ്, സമകാലിക കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു സിനിമയാണ്. പണ്ട് നാട്ടിൽ വെള്ളക്കുപ്പായിട്ടവർ നമ്മളൊക്കെ കുറെ പറ്റിച്ചു തന്നു. അതിന്റെ പുതിയ വേർഷനായിട്ട് ഇന്ന് കേരളത്തിൽ മലയാളം പോലും അറിയാത്തവരൊന്ന് താമരയും ആമ്പലും നടാൻ വേണ്ടി നമ്മൾ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കും. രാജുമോനെ, ഇന്ന് എന്റെ ക്രെഡിറ്റ് കാർഡ് പോയി പടം എടുത്തോന്ന് ഞങ്ങൾ സ്വന്തം പെരുമ്പാവൂരുടെ ആന്റണി ചേട്ടന്റെ വിശ്വാസം വെറുതെ ആയില്ലാന്ന് തോന്നുന്നു. പടമെടുത്ത രാജുവേട്ടനും നായകനായ ലാലേട്ടനും തുടങ്ങി നമ്മളൊക്കെയും ഇന്ത്യയിൽ ജനിച്ച മലയാളികളാ, ഇന്ത്യൻ മല്ലൂസ്. പടം കഴിഞ്ഞപ്പോ സമയം ഉച്ചയ്ക്ക് 1:30. ലാലേട്ടന്റെ ഖുറേഷി ഹാങ് ഓവറിൽ വണ്ടി നേരെ പെരുമ്പാവൂരിലെ ഖുറേഷി മന്തിയിലേക്ക് വിട്ടു. പോത്തിന്റെ വാരിയില് മന്തി വാങ്ങി നല്ല ഉള്ളിക്കറി ഒഴിച്ച് മയണൈസ് മുട്ടി കഴിച്ചു. ബീഫിനൊക്കെ എന്താ ടേസ്റ്റ്.